ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിഭവത്തിൻ്റെ പേരാണ് ആൽഫ്രെഡോ പാസ്ത. ഇതിന് പിന്നിൽ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി തന്നെയുണ്ട്. ഈ വിഭവം ആൽഫ്രെഡോ ഡിലീലിയോ എന്നൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകാരൻ തൻ്റെ ഭാര്യ ഇൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ച ശേഷം അവൾക്ക് ക്ഷയമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഭവം ഉണ്ടാക്കിയത്. ഇൻസിനാണെങ്കിൽ ഇത് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇൻസിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ആൽഫ്രെഡോയാണ് ഈ വിഭവം ഉണ്ടാക്കിയത്. അതിനാൽ തന്നെ അതിന് ആൽഫ്രെഡോ എന്ന പേരുണ്ടായി. പേര് കേൾക്കുന്ന പോലെയല്ല കേട്ടോ, ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കറക്റ്റ് ആൽഫ്രെഡോ പാസ്ത എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, എന്നാലും നമുക്കങ്ങോട്ട് ഒപ്പിക്കാം. ഇതിൽ പ്രധാന ചേരുവകൾ ബട്ടർ, പാഴ്മസൺ ചീസ്, ഫെറ്റുച്ചിൻ പാസ്ത എന്നിവയാണ്. പാഴ്മസൺ ചീസിന് പകരം സ്ലൈസ് ചീസും ഫെറ്റുച്ചിൻ പാസ്തയ്ക്ക് പകരം മാക്രോൺ പാസ്തയാണ് കേട്ടോ ഞാൻ എടുത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ചോദിച്ച കടയിൽ ഇത് രണ്ടും കിട്ടിയില്ല. പിന്നെ കുറേ കട കയറി ഇറങ്ങാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് കിട്ടിയത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ആദ്യം കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ പാസ്ത അതിലേക്കിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുക. ഇനി കാര്യങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ. ഒരു ചട്ടി അടുപ്പിൽ വെച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് നല്ലോണം ഇളക്കുക. പിന്നെ ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് ഇങ്ങനെ തിള വന്നതിന് ശേഷം വേവിച്ച് വെച്ച മാക്രോൺ പാസ്ത ചേർത്തിളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു 2-3 സ്ലൈസ് ചീസ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടോ. നമ്മൾ കെച്ചുവിന് ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടം. ഓന് ഇങ്ങനത്തെയൊക്കെ കിട്ടിയാൽ നല്ല എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.